ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ ഒരുപാട് നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ കൂടെ തന്നെ ആയിരുന്നു. പക്ഷെ കുറച്ച് കാലങ്ങൾ വെച്ച് ഞാൻ അങ്ങനെയൊന്നും അല്ല. എനിക്കിനി തിരിച്ചു വരണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ലിനു ലിറ്റിൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രെയർ റുട്ടീനാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോമ്പിൻ്റെ ഓരോ ദിവസങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ചേരാൻ കഴിയുന്ന വളരെയധികം എഫക്റ്റീവായിട്ടുള്ള പ്രെയർ റുട്ടീനുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ നമ്മളെ വിളിച്ചുണർത്തുന്നത് അലാറം ക്ലോക്കുകളാണല്ലേ. അത് മിക്കതും നമ്മൾ മൊബൈലായിരിക്കും അലാറം സെറ്റ് ചെയ്ത് വെക്കുക. അതടിക്കും, അപ്പോൾ നമ്മൾ സ്നോസ് ചെയ്തിടും, അല്ലെങ്കിൽ നമ്മളത് വീണ്ടും ഓഫ് ചെയ്ത് അവിടെ തന്നെ കിടന്നുറങ്ങും. അങ്ങനെയാണ് കുറച്ച് നാളുകളൊക്കെ ആയിട്ട്. ചിലർ വളരെ പെട്ടെന്ന് എഴുന്നേൽക്കുന്നവരും ഉണ്ടാവും കേട്ടോ. എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ ആദ്യം തന്നെ കൈയെത്തിച്ച് പിടിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണായിരിക്കും. അതിൽ വന്നിട്ടുള്ള വാട്സപ്പ് നോട്ടിഫിക്കേഷൻസിനെയാണ് നമ്മൾ ആദ്യം തരിക. എന്തൊക്കെ മെസ്സേജുകളാണ് എനിക്ക് ഇന്നത്തെ ദിവസം വന്നിട്ടുള്ളത്, ആരൊക്കെ എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ചുറ്റും നടന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് രാവിലെ നമുക്ക് ആദ്യം. പക്ഷെ ഒരു 10 വർഷം മുൻപ് നമ്മളിങ്ങനെയായിരുന്നു. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ എടുത്ത് നമ്മൾ വാട്സപ്പും ഗ്രൂപ്പുകളും ആണോ നമ്മൾ നോക്കിയിരുന്നല്ല അല്ലേ? പക്ഷെ അന്നും നമ്മൾ പഠിക്കാനും സ്കൂളിലേക്കും കോളേജുകളിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ പോയിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു അനിവാര്യ ഘടകമായിട്ട് തീർന്നിരിക്കുകയാണ്. അത് അത്രയും അത്യാവശ്യമാക്കിയിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ വാട്സപ്പിലെ സന്ദേശങ്ങളും നോട്ടിഫിക്കേഷൻസും ഒക്കെ നോക്കുന്നതിന് മുൻപ് രാവിലെ ബെഡിലിരുന്ന് നമുക്കൊരു കുരിശ് വരച്ച് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ദിവസം ആരംഭിക്കാം. ദൈവമേ, ഈ ദിവസം എനിക്ക് വേണ്ടി ഒരുക്കി തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരും എൻ്റെ ചുറ്റും ഇതുപോലെ തന്നെ ഈ ഒരു മനോഹരമായിട്ടുള്ള പ്രഭാതത്തിലേക്ക് എഴുന്നേറ്റ് വന്നതിനെ ഓർത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഏതെങ്കിലും ഒരു നിസ്സാരം എന്ന് പറയുന്ന നന്മയെങ്കിലും ഞാൻ തള്ളിപ്പറഞ്ഞു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കൊരു ദിവസം ആരംഭിക്കാം. അതിനുശേഷം ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒന്ന് മോർണിംഗ് പ്രെയറാണ്. അതിന് ഏറ്റവും നല്ലത് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അധികം വിശേഷമുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള പ്രെയർ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നേടിയെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്നെ തന്നെ ഞാൻ മാറ്റിയെടുത്തിട്ടുള്ളത് വിശുദ്ധ ബലിയിലൂടെയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പള്ളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പള്ളിയിലേക്കൊന്ന് നടന്നു പോയി നിങ്ങൾ ആ ഒരു ദിവ്യ ബലിയിൽ പങ്കുകൊള്ളാനായിട്ട് പരിശ്രമിക്കുക. അവിടെ ചെല്ലുമ്പോൾ അവിടെ കേൾക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഏറ്റുചൊല്ലി ആ ഒരു വിശുദ്ധ കുർബാന അങ്ങനെ അവസാനിപ്പിക്കാതെ അവിടെയുള്ള ആ ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയണം. ഓരോ ദിവസവും ഉള്ള വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിലെ പുതിയ വിശുദ്ധ കുർബാനയാണ് എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി പങ്കെടുക്കാൻ കഴിയുക. ആ ദിവസം നമുക്ക് ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാൻ കഴിയും. ചിലർക്ക് ആ രോഗം മൂലം അങ്ങനെ പള്ളികളിലൊന്നും പോകാൻ കഴിയാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ദൂരം കാരണം അങ്ങനെ പല ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് പോകാൻ കഴിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വീടുകളിലിരുന്ന് മോർണിംഗ് പ്രയറുകൾ ചൊല്ലുക. വിശുദ്ധ ബൈബിൾ എടുത്ത് നമുക്ക് വായിക്കാം. അങ്ങനെയോ നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നമ്മുടെ മോർണിംഗ് നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ആരംഭിക്കാം. അതിനുശേഷം നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് നമ്മുടെ ദിവസം ആരംഭിച്ചോട്ടെ. നമുക്ക് ജോലികൾ ചെയ്യാനുണ്ടാവും, പഠിക്കാനുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും അല്ലേ. അതിനുശേഷം ഉച്ചത്തെ ലഞ്ച് ബ്രേക്കെങ്കിലും ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു കരുണയുടെ ജപമാല ചെല്ലാം. നമ്മുടെ ലോകം അല്ലെങ്കിൽ നമ്മുടെ നാടിൽ നിന്ന് എന്തുമാത്രം അക്രമത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. നമ്മുടെ മക്കളൊക്കെ ഒരുപാട് തെറ്റുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ തിരിച്ചു വരവിന് വേണ്ടി നമുക്കൊരു കരുണയുടെ ജപമാല ആത്മാർത്ഥമായിട്ട് ചെല്ലാം. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. വളരെയധികം നമുക്ക് ദൈവത്തിനോട് അടുക്കാൻ കഴിയുന്ന വളരെ ശക്തിയേറിയിട്ടുള്ള പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല. അത് ചൊല്ലിയതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഒരു 6 മണി സമയം നമ്മുടെ ജോലിയെല്ലാം തീർന്ന് നമ്മൾ സ്വസ്ഥമായിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്കൊരു നോട്ട് ബുക്ക് എടുത്ത് അതിലൊരു വചനം എഴുതാം. ഒരു 10 തവണയെങ്കിലും ദിവസം നമ്മൾ എഴുതിയാൽ മാത്രം മതി. നമ്മൾ പറയുന്നതിനേക്കാളും നമ്മൾ ഇങ്ങനെ കേൾക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് എഫക്റ്റീവാണ് നമ്മളൊരു കാര്യം എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നോട്ട് ബുക്ക് എടുത്ത് നിങ്ങൾ കൈകൾ കൊണ്ട് തന്നെ നിങ്ങളൊരു വചനം എഴുതാനായിട്ട് പരിശീലിക്കുക. ഒരു ദിവസം 10 തവണ മതി. അതിന് നിങ്ങൾക്കൊരു വചനം നിങ്ങളിനി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതി എനിക്ക് ഒരുപാട് എഫക്റ്റീവായിട്ടുള്ള ഒരു വചനമാണ് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാമത്തെ വാക്യം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ ആ ആഗ്രഹങ്ങൾ ഏതെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ദൈവം ഇറങ്ങി വന്നാൽ എനിക്കിത് നടത്തി കിട്ടുമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 3 നിയോഗങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ
പുസ്തകത്തിൽ ആദ്യം തന്നെ എഴുതി വെച്ചതിന് ശേഷം ഈ ഒരു വചനം നിങ്ങൾക്ക് ദിവസവും എഴുതാം. ഒരു 10 തവണ എഴുതിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ കുടുംബ പ്രാർത്ഥനയുടെ സമയമാവുമ്പോൾ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരല്പം സംശയമുള്ള കാര്യമാണ്. എല്ലാവരും അതിൽ പങ്കുകൊള്ളുന്നുണ്ടോ എന്നുള്ളത് അത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും ചേർത്ത് നമുക്കൊരു കുടുംബ പ്രാർത്ഥന ആരംഭിക്കാം. ദിവസം ഒരു കൃത്യസമയം വെച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് നമ്മുടെ ഒരു നോമ്പും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബവും നമുക്കൊന്നും കൂടി ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ്, നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ പല പല പരിപാടികളൊക്കെ ആയിട്ട് മുഴുകിയിരിക്കുന്ന സമയം, നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് നമുക്ക് വാതിലടച്ച് ഒരല്പസമയം, ഒരു 5 മിനിറ്റ് എങ്കിലും നമുക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കതകടച്ച് രഹസ്യമായിട്ട് നമ്മുടെ പിതാവിനോട് പറയണമെന്നാണ് നമ്മുടെ ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കതുപോലെ തന്നെ ബൈബിളിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാതിലടച്ചിരുന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. 5 മിനിറ്റ് മതി. നമ്മളെ തന്നെ ദൈവത്തിന് കൊടുത്ത് വളരെ സൈലൻ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാം. ആദ്യമൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പലരുടെയും സംസാരങ്ങൾ, ടി വിയിലുള്ള ബഹളങ്ങൾ, ഫോണിലുള്ള ശബ്ദങ്ങൾ, പാട്ടുകൾ, അങ്ങനെ പലതുമൊക്കെ നമ്മൾ കേട്ടെന്നിരിക്കും. അതിനുശേഷം പതിയെ നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു സ്പേസിലേക്ക് വരും. അങ്ങനെ വ്യക്തിപരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവും. അതിനുശേഷം ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ വീണ്ടും എടുക്കുന്ന കാര്യം നമ്മുടെ റീൽസും ഇൻസ്റ്റഗ്രാമും ഒക്കെ ആയിരിക്കും. അതിനൊക്കെ നമുക്ക് സമയം കൊടുക്കാന്നേ. അതിന് മുൻപായിട്ട് നമ്മുടെ മക്കളൊക്കെ നമ്മുടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ നമുക്കൊരു ജപമാല ചൊല്ലാം. അപ്പോൾ ഞാനിങ്ങനെ ജപമാല ചൊല്ലുമ്പോൾ എൻ്റെ മക്കൾ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഞാൻ അവരോട് പറയും, ഒരു രഹസ്യം ചൊല്ലേ എന്ന് പറയും. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു രഹസ്യം ചൊല്ലും. അപ്പോൾ അങ്ങനെ മാറി രഹസ്യങ്ങളൊക്കെ ചൊല്ലി അങ്ങനെ അവരറിയാതെ ഉറങ്ങിപ്പോവും. ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ ഉറങ്ങും എന്നുള്ള ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. കുട്ടികളായതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. അപ്പം നമ്മളിങ്ങനെ ജപമാല ചൊല്ലുമ്പോൾ അവരുടെ ഉറക്കത്തിൽ പോലും നമ്മുടെ ആ ഒരു പ്രാർത്ഥനയുടെ സ്വരം അവരുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ കൊണ്ടുവരും. അതിനുശേഷം നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ആ ഒരു ദിവസത്തിനുള്ള നന്ദി നമുക്ക് വീണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് ഉറങ്ങാം. ഇതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും കുറേ സമയമുണ്ടല്ലോ എന്ന്. പക്ഷേ ഡെയിലി ലൈഫിൽ നമ്മളിതൊന്ന് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു 10-20 ദിവസം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ് എനർജികളെ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്യാനും പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിലേക്ക് കൂട്ടാനും ഈ നോമ്പ് കാലം എഫക്റ്റീവായിട്ട് ദൈവത്തിൻ്റെ കൂടെ ചേരാനും ഈ ഒരു മോർണിംഗ് റൂട്ടീൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും ഈ നോമ്പ് കാലത്തൊന്ന് നന്നാവട്ടെ എന്ന്